ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം പിടിക്കാൻ വേണ്ടി ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ അടുത്താട്ടോ ഈ വെള്ളം. അവിടെ അധികം നേരം നിൽക്കാനാവുന്നില്ല, അതും കൂടി നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പായി മഴയത്താട്ടോ. അപ്പോൾ മഴ പെയ്ത് ഇവരെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറയാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല രസമുള്ളതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഇവിടെ നോക്കാൻ. ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാത്ര എന്ന സ്ഥലത്താട്ടോ. പടിഞ്ഞാത്ര ഡാമിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. നമുക്ക് കാണാം, അത് കണ്ടില്ലേ, ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് വീടുകളുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അപ്പോൾ ഞാനങ്ങോട്ട് കയറി വന്ന സമയത്ത് രണ്ട് അമ്മമാരുടെ കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന അമ്മേൻ്റെ വീടാണിത്. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീടാട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് വർഷങ്ങളായി അമ്മയ്ക്ക് വീട് കിട്ടിയിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അമ്മേനെ തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. അമ്മേൻ്റെ പേരെന്തമ്മേ? എന്തമ്മേ? വെളിച്ചി. ആ, നല്ല പേരാട്ടോ അമ്മേൻ്റെ. അമ്മ ചോറ കഴിച്ചോ? കഴിച്ചില്ലേ? അപ്പം അമ്മ എത്ര പേരുണ്ട് അപ്പം അമ്മേൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്? എത്ര പേരുണ്ട് ഇവിടെ? ആ, അമ്മയില്ലേ? ആണല്ലേ? ആ. അപ്പോൾ ഇവിടെ നല്ല രസമുള്ളതൊക്കെ കാണാൻ ഇത് നല്ല രസമല്ലേ ഇവിടെ നോക്കാൻ. പേരൻ്റെ പ്രശ്നമാണല്ലേ? അമ്മ പണിക്ക് പോകണ്ടോ? ഇല്ല. അപ്പം എന്താ അമ്മ ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ എടുക്കുക എന്താ ചെയ്യുക? ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇപ്പോൾ കറണ്ട് ഉണ്ടോ അവിടെ? കറണ്ട് ഉണ്ട്. റേഷൻ കാർഡൊക്കെ ഉണ്ടോ? പിന്നെ വെള്ളം കിട്ടുമോ? കുടിവെള്ളമൊക്കെ? കുടിവെള്ളം അങ്ങനെ പൈപ്പിലൂടെ ഇടണ ആണല്ലേ? ആ, അപ്പോൾ കുടിവെള്ളം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുടിവെള്ളം ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീടാണ്. ഇതാണ് അമ്മൻ്റെ ഈ കാണുന്ന വീട്ടിലെ 4 പേരാണ്. ആണ്. ആ, വാതിലില്ലേ? വാതിലില്ല അമ്മൻ്റെ വീടിന്? അപ്പോൾ ഫുൾ ടൈം തുറന്നിടും. അപ്പോൾ എന്തെങ്കിലും കയറി ഒന്നും ചെയ്യാം അമ്മ? ഇപ്പോൾ പാമ്പുകളും ഇതൊക്കെ ഉള്ളല്ലേ, മഴക്കാലമൊക്കെ ആയില്ലേ? ആണല്ലേ? അപ്പോൾ പിന്നെ അമ്മ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ? ഇവിടുന്ന് കുട്ടികളാരും പോവും പിടിക്കലുണ്ടല്ലേ? ആ, ഇവിടെ അല്ലേ? അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ വെള്ളം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇരുന്ന് അങ്ങനെ കാണാൻ പറ്റൂല്ലേ? വെള്ളം കാണുന്നതൊക്കെ ഇറങ്ങാൻ പറ്റൂല. ആ, അപ്പോൾ അമ്മേൻ്റെ പുറത്ത് തന്നെ കേട്ടോ അമ്മ കുക്കൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടെ അമ്മ നല്ലൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മെഴുകിയിട്ട് നല്ല മണ്ണും ചാണകമൊക്കെ വെച്ച് മെഴുകിയിട്ടാണ് അമ്മ അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ വിറക് കണ്ടില്ലേ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. തിണ്ടൊക്കെ പിടിപ്പിച്ചിട്ട് ഒക്കെ മഴ കൊണ്ടിട്ട് ഒക്കെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അമ്മേൻ്റെ വീട് ഞാൻ കാണിച്ചതാ. ആണ്. എത്ര ഇപ്പോൾ വീട് കിട്ടിയിട്ട് നമുക്ക്? എത്ര കൊല്ലമായി ഉണ്ടാവും? 10-20 കൊല്ലമായോ? അതിന് മേലായി ആണല്ലേ? ഒരുപാടായി നമുക്ക്. അപ്പോൾ അമ്മ പുതിയ വീടിന് എഴുതി കൊടുത്തൊന്നുമില്ല? പഞ്ചായത്തിൽ കൊടുത്തു? ഒരു വരുത്തുണ്ടോ? ആരെങ്കിലും വരുത്തുണ്ടോ പഞ്ചായത്തിൽ നിന്ന്? ആരും വരില്ല ഇവിടെ വന്നിട്ടില്ലേ? അപ്പം അമ്മ ഒരുപാടായി 10-20 വർഷത്തിന് മേലായി അമ്മ പറയുന്നത് വീട് കിട്ടിയിട്ട്. ആരും പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആരും വരുത്തില്ല. പ്രൊമോട്ടർമാരൊന്നും വരുത്തില്ല അമ്മ? കാണല്ലേ? ആ, അപ്പോൾ ഓരും വരുന്നില്ല. അപ്പോൾ പ്രൊമോട്ടർമാരൊന്നും വരുന്നില്ലാണ് നമ്മൾ. അപ്പം അമ്മേൻ്റെ വീട് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. അമ്മേൻ്റെ വീടിന് വാതിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ഇപ്പോൾ തന്നെ കേട്ടോ അമ്മേൻ്റെ വീട്ടിലേക്കൊരു പറഞ്ഞ പോലെ അമ്മേൻ്റെ വീടിന് വാതിലില്ല കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ അതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് ഉറങ്ങുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ കുറച്ച് 10-20 കൊല്ലം മുമ്പുള്ളൊരു കൺസ്ട്രക്ഷനാണ് അമ്മേൻ്റെ വീട്. താഴെ മൊത്തം മണ്ണിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ റൂമുകളിൽ ഒക്കെ ഇരുട്ട് റൂമാട്ടോ. ഇവിടെ ഒരു അടുക്കള ഉണ്ട്, പക്ഷെ ഇവിടെ കത്തിക്കലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പാത്രങ്ങളൊക്കെ കാണാം നമുക്ക്. ആ, ആണല്ലേ? പിന്നെ മേലെ കണ്ടില്ലേ പണ്ടത്തെ വാർപ്പാട്ടോ. ഇത് തേച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചോർച്ച ഉണ്ടെന്ന് കേട്ടോ അമ്മ പറഞ്ഞത്. പിന്നെ 2 റൂമാണുള്ളത്. ഇവിടെ ഒരു റൂമുണ്ട്, അതേപോലെ ഇവിടെ ഒരു റൂമുണ്ട്. കണ്ടില്ലേ കിടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കാൻ. അമ്മേൻ്റെ വീട്ടിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച കേട്ടോ അത്. ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ നോക്കിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ. നല്ല രസമാണ് അവിടെ നിന്ന് ഇരുന്ന് കാണാനായിട്ട്. ഇപ്പോൾ മഴക്കാലത്തിൻ്റേതായിട്ടുള്ള മഴമേഘങ്ങളൊക്കെ വന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലം നമുക്ക് അടുത്തെത്തി. അപ്പോൾ നല്ല മഴ ചെയ്ത് കഴിഞ്ഞാൽ അമ്മക്കൊക്കെ ഇവിടെ താമസിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അല്ലേ? വെള്ളം വരില്ലേ മേലിൽ നിന്നൊക്കെ? വെള്ളം വരും, ചോർച്ച അല്ലേ? ആണല്ലേ? ആ, മേലിടും.
അപ്പോൾ മഴക്കാലം കഴിയുന്നവരെ താർപ്പായിൽ പോകും അല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാശമായി പോകുമ്പോൾ പിന്നെ അതങ്ങനെ പിന്നെ അടുത്ത മഴക്കാലം ആകുമ്പോൾ പിന്നെയും വാങ്ങിയിടും. അങ്ങനല്ലേ? അപ്പോൾ പാവാട്ടോ അമ്മേൻ്റെ ഒക്കെ. ഈ അമ്മേനെ പരിചയപ്പെടും. അമ്മേൻ്റെ പേരെന്താ? അമ്മേ വെളിച്ചി. അമ്മേൻ്റെ കുടുംബക്കാരാണോ അത്? ആണല്ലേ? അമ്മേൻ്റെ ശരിക്കും വീട് എവിടെയാ? കാമനം. അമ്മക്ക് വീടൊക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇനി അമ്മ എന്നാൽ തിരിച്ചങ്ങോട്ട് പോവാ കാമനത്തേക്ക്? നാളെ പോകും. അമ്മ നാളെ തിരിച്ചു പോട്ടെ കാമനത്തേക്ക്. അപ്പോൾ ഈ അമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബാണാസുര സാഗർ ഡാമിൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അല്ലേ? പക്ഷെ നല്ല രസമാട്ടോ. കാരണം വെച്ചാൽ അമ്മേൻ്റെ വീട് ഇങ്ങനെയാണല്ലോ. അമ്മേൻ്റെ വീടിൻ്റെ മുറ്റാട്ടോ എടുത്ത് പറയണ്ടേ. നല്ല വൃത്തിയിൽ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മുറ്റം. കണ്ടില്ലേ? ഞാൻ അങ്ങോട്ട് വരുന്ന വഴി, അമ്മേൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ തിണ്ടൊക്കെ കെട്ടി കല്ലും കൊണ്ടൊക്കെ കെട്ടിയിട്ട് വഴിയൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടോ ചേച്ചി? ആണല്ലേ? എവിടെയാ? നമ്മൾ നോക്കട്ടെ അമ്മ. പിന്നെ അമ്മ ഇവിടെ കുറച്ച് പഴയ തേങ്ങൻ്റെ ഇതൊക്കെ ഉണക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കത്തിക്കാനല്ല അമ്മ? ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മറ്റേ കൊപ്ര ഉണ്ട്, പക്ഷെ ഇതൊക്കെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തില്ലേ? അമ്മ അത് കൊപ്രാക്കാൻ വേണ്ടി ഇട്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ടതൊക്കെ നാശമായി പോയി കേട്ടോ. പിന്നെ അതേപോലെ അമ്മ വിളക്ക് കത്തിക്കുന്നൊരു തറ ഉണ്ട് ഇവിടെ. ഇത് വിളക്ക് കത്തിക്കല്ലേ ഇതിൽ? അമ്മേൻ്റെ തറയാട്ടോ. ഭയങ്കര രസമാട്ടോ ഇവിടെ. നല്ല കാണാൻ ഭയങ്കര ഒരു രസമുള്ളൊരു സ്ഥലം കേട്ടോ. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണെങ്കിൽ ഇവരുടെ ജീവിതം അത്ര രസമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആണല്ലേ? ചേട്ടായി മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? മരിച്ചിട്ട് അദ്ദേഹമുള്ള സമയത്ത് കെട്ടിയ വീടാല്ലേ? ആണല്ലേ? ചേട്ടായിൻ്റെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് കെട്ടിയ വീടാന്ന് അമ്മ പറയുന്നത്. മരിച്ചിട്ട് ഇപ്പോൾ 30 വർഷത്തോളമായിട്ടോ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പഴക്കം എത്ര ഉണ്ട് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാലമായിട്ട് ഈ അമ്മക്കൊന്നും ആരും ഒരു വീട് പാസ്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ ആരെയും വന്ന് നോക്കിയേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിനി അടുത്ത വീടുകളൊക്കെ ഒന്ന് പോയി നോക്കാം. അങ്ങോട്ടൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അമ്മയുടെ ഗ്രാമത്തിൽ കൂടെ നമ്മൾ യാത്ര തുടരാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായൊരു തിണ്ട് കെട്ടിയൊരു വീടുണ്ട്. ഈ വീടിൻ്റെ സൈഡിലൊക്കെ നല്ല തിണ്ട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കല്ലൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഈ വീട്ടിലേക്കുള്ള വഴി. പക്ഷെ ഇവിടെ ആരും ഇല്ല തോന്നുന്നുണ്ട്. മുറ്റൊന്നും അടിച്ച് വാരിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തോരൊക്കെ എവിടെയോ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു തറ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇവർ ദിവസം വിളക്ക് കത്തിക്കുന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ല തറ കെട്ടിയിട്ടുണ്ട്. ഏകദേശം താഴെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും വീടിൻ്റെ മുമ്പിലൊക്കെ തന്നെയാണ് ഇങ്ങനെ തറയൊക്കെ കെട്ടുന്നത്. നല്ല മഴയാട്ടോ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി നിന്നിട്ടോ ഈ ചേച്ചീൻ്റെ വീട്ടിലേക്ക്. ഈ ചേച്ചീൻ്റെയാണ് വീട്. ചേച്ചി ഇവിടെ കേട്ടോ. ചേച്ചി ഇവിടെയാണോ അമ്മ കത്തിക്കുന്നത്? ഇവിടെയാണോ? ഇവിടെ കത്തിക്കൽ? ഉള്ളിൽ കത്തിക്കലില്ല? ഇല്ലല്ലേ? അപ്പോൾ മഴൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് മര്യാദയ്ക്ക് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവർ അടുക്കളേൻ്റെ മേലേക്ക് പ്ലാസ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ ചെറിയ വിറകിൻ്റെ കൊള്ളികൾ ഇങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, മേൽക്കൂരൊക്കെ. പെട്ടെന്നായിരുന്നു മഴ പെയ്ത്. ഇവിടെയാണ് കുക്കൊക്കെ ചെയ്യുന്നത് ചേച്ചിയൊക്കെ. ഇവിടെയൊക്കെ ചുമര ഭിത്തിയിലൊക്കെ നല്ല പുകയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പടിഞ്ഞാത്തറ ബാണാസുര ഡാമിൻ്റെ തൊട്ടടുത്താണ് ഇവരെ വീടൊക്കെ വരുന്നത്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി ഏകദേശം എല്ലാ വീടുകളുടെ അവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ. ഭയങ്കര ഇടങ്ങേറായിരിക്കും ജീവിക്കാൻ. കാരണം ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന അധികം ആൾക്കാരുടെ വീടൊക്കെ ഇങ്ങനെ മറച്ച് കെട്ടിയിട്ടുള്ള വീടുകളാണ് കൂടുതൽ. പിന്നെ എല്ലാ വീടുകൾക്കും ചോർച്ചയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായി മാറാൻ പോവുകയാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ മഴ പെയ്ത് ഇവരെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വെള്ളം നിറഞ്ഞിട്ട് ഇതിൽ കൂടെയൊക്കെ വെള്ളം ഉറ്റാനൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടൊക്കെ മറച്ച് കെട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. നല്ല ചോർച്ച ഉണ്ടാവും കേട്ടോ എല്ലാ വീടുകളിലും. മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ആ ഭിത്തി ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അത് നമ്മൾ വന്നപ്പോൾ കറക്റ്റ് മഴ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി കേട്ടോ. ആ കറക്റ്റ് വെള്ളം പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. വേനൽക്കാലത്ത് വിറകൊക്കെ അവിടെ ശേഖരിച്ച് വെക്കും. മഴക്കാലമാകുമ്പോൾ പിന്നെ പുറത്തേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് വിറകെടുക്കും, ഇവിടെ കുക്ക് ചെയ്യും. ഇങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നത് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് നല്ല മഴയാണ്. അവിടെ അധികം നേരം നിൽക്കാനാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പായി. മഴയാത്ത കേട്ടോ.
നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ടാണ് ഈ അമ്മേൻ്റെ തിണ്ടൊക്കെ ഇങ്ങനെ പോയത് കേട്ടോ. ഇതിൻ്റെ മേലെ ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് കുത്തി വെക്കുന്നതാണ്. അപ്പോൾ ചേച്ചി കെട്ടിയിട്ടുള്ള തിണ്ടൊക്കെ ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവാട്ടോ. അപ്പോൾ ചേച്ചി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം പിടിക്കാൻ വേണ്ടി ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ അടുത്താട്ടോ ഈ വെള്ളം വീഴുന്നതൊക്കെ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പല വീടുകളിലും പ്രശ്നമാട്ടോ ഇത്. ഒക്കെ പ്ലാസ്റ്റിക് ഇട്ട് ഉണ്ടാക്കിയ വീടുകളായിരിക്കും കൂടുതൽ. നമ്മളെ മുമ്പ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ കേട്ടോ. മുഴുവൻ ചോർന്നൊലിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചിമാരൊക്കെ ജീവിക്കുക. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ മഴ കഴിഞ്ഞപ്പോൾ. ഇവിടെ ഒരു വീട് കാണാം കേട്ടോ. ഇത് ടാർപ്പായിട്ട് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത് വാർപ്പിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അത് ചോർന്നിട്ട് ഫുള്ള് ടാർപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്കും വെള്ളം മൊത്തം. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ, ആ കറുപ്പ് കാണുന്ന പ്ലാസ്റ്റിക് പുതിയ ഷീറ്റാണ്. അപ്പോൾ ഒരു മഴക്കാലം വരുന്നത് മുന്നിൽ കണ്ടിട്ട് ഷീറ്റ് വെച്ച് മറിച്ചതാട്ടോ. ഒക്കെ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മേനോട് യാത്ര പറയാം കേട്ടോ. അമ്മ മഴ പെയ്തപ്പോൾ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. തണുപ്പുണ്ടല്ലേ അമ്മക്ക് തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അമ്മേൻ്റെ വീടിൻ്റെ മേലെ കുറേ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ അധികവും ഇവരുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരുടെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആരുടെയും നമ്പറൊക്കെ ഇതേപോലെ ഇങ്ങനെ ചുമരിലും ഭിത്തിയിലൊക്കെയാണ് എഴുതി വെക്കൽ. നമ്മൾ അധികം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അമ്മ നമ്മൾ പോയിട്ട് എന്നാൽ പിന്നെ ഒരു ദിവസം വരാം പോട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് തണുക്കുണ്ടോ? ഉണ്ടല്ലേ, അമ്മ ഒരു ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് പോവാം, അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.